എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ആരോഗ്യപരമായ ഏറെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ചുമാൻ കൃഷ്ണൻ, ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്. ഡോക്ടർ, എന്താണ് ഈ TSH? നമസ്കാരം. TSH എന്നാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇത് പ്രധാനമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ബ്രെയിനിന്റെ താഴെയുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലാണ്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രധാനമായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥിയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. T3, T4, ട്രൈ അയോഡോ തൈറോണിൻ, പിന്നെ തൈറോക്സിൻ, ഇവയാണ് അത് ഉത്പാദിപ്പിക്കുന്നത്. ഇനി ഈ ഹോർമോണിന്റെ റോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്നുള്ളത് പരിശോധിക്കാം. പ്രധാനമായിട്ടും ശരീരത്തിന്റെ താപനിലയെ അത് നിയന്ത്രിക്കുന്നു. പിന്നെ മനുഷ്യന്റെ ഒരു എനർജി ലെവൽ അതിനെ നിയന്ത്രിക്കുന്നു. പിന്നെ മെറ്റബോളിസം, അതായത് ശരീരം എങ്ങനെ ഊർജത്തെ ശരീരം ഉപയോഗിക്കുന്നു, അത് കത്തിച്ചു കളയോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യോ, അങ്ങനെയുള്ള ഈ വക കാര്യങ്ങളാണ് ഈ ഹോർമോണുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള അസുഖം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഹൈപ്പോ തൈറോയ്ഡ് അഥവാ അണ്ടർ ആക്റ്റീവ് തൈറോയ്ഡ്. തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്നു, തൈറോയ്ഡ് ഹോർമോണുകൾ കുറച്ച് ഉത്പാദിപ്പിക്കുന്നു. അതുവഴി TSH കൂടുതൽ ഉത്പാദിപ്പിക്കുന്നു. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുതൽ ഉണ്ടാകുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അപ്പോൾ കൂടുതൽ തൈറോയ്ഡ് T3, T4 കൂടുതൽ ഉണ്ടാകും. TSH കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി അതുവഴി എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം. ഉദാഹരണത്തിന് ശരീരഭാരം കൂടുക, പിന്നെ ഈ കോൾഡ് ഇൻടോളറൻസ്, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുക, പിന്നെ രോഗികൾക്ക് പലപ്പോഴും നിരാശ, ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനെ ഉണ്ടാകാം. പിന്നെ ഡ്രൈനെസ് ഓഫ് സ്കിൻ തൊലിയൊക്കെ ഡ്രൈ ആകുക, മലബന്ധനം ഉണ്ടാകാം, മുടി കൊഴിച്ചിലുണ്ടാകാം, ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകാം, അതൊക്കെയാണ്. ഇനി അണ്ടർ ആക്റ്റീവ് തൈറോയ്ഡ് പോലെ തന്നെ ഓവർ ആക്റ്റീവ് തൈറോയ്ഡ് അഥവാ ഹൈപ്പർ തൈറോയിഡിസം, അങ്ങനെ ഒരു സ്ഥിതി കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളിൽ രോഗികൾക്ക് ഭാരം കുറയും. ഹൈപ്പോ തൈറോയ്ഡ് ഭാരം കൂടുമെങ്കിൽ ഇവിടെ ഭാരം കുറയും. മുടികൊഴിച്ചിൽ ഇവിടെയും ഉണ്ടാകും. അമിതമായിട്ടുള്ള വിറയൽ അനുഭവപ്പെടാം, ഹൃദയത്തിന്റെ മിടിപ്പ് കൂടാം, തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ തണുപ്പ്, ഹീറ്റ് ഇൻടോളറൻസ് ഉണ്ടാകുന്നത്, രോഗികൾക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിന്റെ രോഗലക്ഷണങ്ങൾ. ഇത്തരക്കാരില്ല TSHന്റെ അളവ് കണ്ടമാനം കുറവായിരിക്കും, T3, T4 കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് ഹൈപ്പർ തൈറോയ്ഡ് എന്ന് പറയുന്നത്. ഈ തൈറോയ്ഡ് രോഗങ്ങൾ എങ്ങനെ കണ്ടെത്താം? അവയുടെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? തൈറോയ്ഡ് രോഗങ്ങൾ സജ്ജമാണോ എന്നുള്ളത് പ്രധാനമായും ലളിതമായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. TSH പരിശോധിക്കുക, T3, T4, ഇതാണ് പ്രധാനമായിട്ടും. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം TPO ആന്റിബോഡി, അല്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ നിങ്ങളുടെ തൈറോയിഡിന്റെ കഴുത്തിന് സ്കാൻ ചെയ്യിപ്പിക്കാം, അങ്ങനെയൊക്കെ പ്രധാനമായിട്ടും അങ്ങനെയാണ് അത് ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ അതിന്റെ ചികിത്സാ രീതി എന്താണെന്നാൽ ഹൈപ്പോ തൈറോയ്ഡ് ആണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോണുകൾ നമ്മൾ കൊടുക്കാറുണ്ട് രോഗികൾക്ക്. ദിനം രോഗികൾ ഈ തൈറോയ്ഡ് ഹോർമോണുകൾ ഗുളികകൾ കഴിക്കേണ്ടതാണ്. പിന്നെ ഈ ഓവർ ആക്റ്റീവ് തൈറോയ്ഡ്, ഹൈപ്പർ തൈറോയ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ കൊടുക്കും. പിന്നെ ചില സമയം ശസ്ത്രക്രിയകൾക്കും പേഷ്യന്റിനെ നമ്മൾ സജ്ജമാക്കാറുണ്ട്. എന്താണ് പൊതുജനത്തിനോട് ഡോക്ടറിന് കൊടുക്കാനുള്ള അഡ്വൈസ്? ഈ തൈറോയ്ഡ് അസുഖങ്ങൾ ഇപ്പൊ സർവ്വസാധാരണമാണ്. പ്രധാനമായിട്ട് സ്ത്രീകളിലും മുതിർന്നവരിലുമാണ് കണ്ടുവരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മൂഡ് സ്വിങ്സ്, ഭാരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം, അമിതഭാരം, അല്ലെ ഭാരക്കുറവ്, അല്ലെങ്കിൽ ഉന്മേഷക്കുറവ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരിയുള്ള രോഗലക്ഷണങ്ങൾ, ഈ ഹീറ്റ് ഇൻടോളറൻസ്, കോൾഡ് ഇൻടോളറൻസ്, മുടി കൊഴിച്ചില്, ആർത്തവത്തിനുള്ള ഇറഗുലാരിറ്റി, സ്കിൻ ഡ്രൈനസ്, മലബന്ധനം തുടങ്ങിയുള്ള രോഗലക്ഷണങ്ങൾ മറ്റും കണ്ടു കഴിഞ്ഞാൽ ഒരു TSH ടെസ്റ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. ഡോക്ടർ നിങ്ങൾക്ക് ലളിതമായ ചില ബ്ലഡ് ടെസ്റ്റുകൾ, TSH, T3, T4 വേണ്ടി വന്നാൽ മറ്റ് ടെസ്റ്റുകൾ നേരത്തെ സൂചിപ്പിച്ച TPO ആന്റിബോഡിയും തൈറോയ്ഡ് സ്കാനും ഒക്കെ ചെയ്തിട്ട് ഡോക്ടർ നിങ്ങളുടെ രോഗം കൺഫേം ചെയ്യുകയും അതിന് വേണ്ടുന്ന ചികിത്സാ കർമ്മങ്ങൾ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നാണ്.